ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ എന്നത്തെ പോലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിൽ കയറിയിട്ടുണ്ട്. പിന്നെ ഗോതമ്പിനും ദോശയും പയറും ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. സാനിമോൾക്ക് ഇന്ന് പനിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആൾ എഴുന്നേറ്റിട്ടില്ല, അംഗനവാടിയിൽ വിടുന്നില്ല പനി ആയതുകൊണ്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി. ബാക്കിയൊക്കെ വഴിയെ കാണാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഇപ്പം മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് ഒന്ന് ഓക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വേഗം പോയി മേലൊക്കെ കഴിച്ചു. ഇത് ഇന്നലെ ഞാനേ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട്. അപ്പം സനുവിന് സെലിബ്രേഷൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പാകമാണോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പം നോക്കിയതാണ്. പാകമാണല്ലേ? കാണിച്ചെടുത്തേ. ഇഷ്ടപ്പെട്ടാ? ഇതെന്ത് കളറാ? വൈറ്റും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടി വി ഒക്കെ കണ്ടിട്ടാട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ശിവ് അവിടെ ഇവിടെയൊക്കെ ഓടിയൊക്കെ നടക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ഇടയിൽ തുണി കൊണ്ടുപോയി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ശിവ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കൊണ്ടുപോയി പൂച്ചയ്ക്ക് കൊടുക്കാൻ പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. തന്നെ പോയി വാതിലൊക്കെ തുറന്ന് കൊടുക്കുകയാണ് ആൾ. അപ്പോൾ സാനുവിന് വയ്യാത്തതുകൊണ്ട് തന്നെ ആളൊന്ന് വാരി തരാനൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വാരിയൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴുകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ശിവു അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അവളുടെ അടുത്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാതിൽ തുറന്നിട്ട് അപ്പം ഓടും ആശാത്തി. കുറച്ച് ദിവസം മുമ്പ് ശിവൻ നമ്മുടെ മുറ്റത്തൊന്ന് വീണായിരുന്നു. അപ്പോൾ അവളുടെ കാല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും പറയും, പൊട്ടിയത് മാറണില്ല അമ്മേ, ഇത് പോയില്ല അമ്മേ, ഇത് പോയില്ല അമ്മേന്ന്. അപ്പോൾ അതാ എൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത് പോയില്ല അമ്മേന്ന്. അപ്പോൾ ഞാൻ നാളെ അത് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞ ആളൊന്ന് ആശ്വസിപ്പിക്കുന്നതാണ്. അപ്പം നാളെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് പച്ചരിയൊക്കെ എടുത്ത് വെള്ളത്തിലിടാണ്. ഞാൻ രാവിലെ തന്നെ ഇട്ട് വെക്കും. ശരിക്കും ഒരു 3-4 മണിക്കൂറൊക്കെ മതി എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ രാവിലെ തന്നെ നേരം കിട്ടുമ്പോൾ തന്നെ അത് ഇട്ട് വെക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ മറന്നു പോകും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അലക്കൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ തുണി എടുക്കുകയാണ് വിരിച്ചിടാനായിട്ട്. ശിവു, തുണി വിരിച്ചു തരുമോ? ശിവു ഹെൽപ്പ് ചെയ്യോ അമ്മേനെ? എന്തപ്പാ തരൂല്ലേ? ഞാൻ വഴക്ക്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. തരും. ഞാൻ എപ്പോൾ തുണി വിരിച്ചിടാൻ പോയാലും അപ്പം തന്നെ ശിവു എൻ്റെ കൂടെ പോരും. എന്നിട്ട് എനിക്ക് എടുത്ത് തരാറുണ്ട് കേട്ടോ. മിക്ക ദിവസം എനിക്ക് എടുത്ത് തരാറുണ്ട്. അപ്പം ഞാൻ ചോദിക്കും വെറുതെ, എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ആളെനിക്ക് എടുത്തൊക്കെ തരും. അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പ്രായത്തിലൊക്കെ അമ്മമാർ ചെയ്യുന്ന ജോലികളൊക്കെ കോപ്പി ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ഞാനിത് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല, ആൾക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്നുള്ളൂ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു എൻ്റെ മോള്. പക്ഷെ പറ്റല്ല അല്ലേ? ആ അപ്പോൾ പറ്റുമല്ലേ? വലുതാവുമ്പോൾ സാനുവിനെ ഹെൽപ്പ് ചെയ്യോ? എന്താ ഐഡിയ? അതും ഇടരുത്, ഇവിടെ പൊടിയാണ്, നിറച്ച് പൊടി. ഏതേലും അതും ഇടാൻ പറ്റില്ല, അഴയുമ്പോൾ തന്നെ ഇടണം. അമ്മ ഇട്ടോളാത്താ. പാവം സനു ഒരു തുണി ഇട്ടതാണ്, അഴ പൊട്ടി ഗൈസ്. എൻ്റെ തുണിയൊക്കെ താഴെ വീണു. സനു എങ്ങനെ അഴ പൊട്ടിയേ? എന്ത് സനു? സനുവിൻ്റെ മെയിൻ പണിയാണ് ഈ കാണണേ. മുകളിലത്തെ പറിച്ചോ? താഴത്തുണ്ടല്ലോ, അത് പറിക്ക്. എന്ത് ശിവു? ചേച്ചി വീണാ? പറിക്കല്ലേ സനു? പറിച്ചോ? താഴത്ത് കുറെ നിൽക്കണം, അതിന് ഏതെങ്കിലും പറിക്ക്.
കുറച്ച് മതിയാ? പുളിക്കറിയാ? മതി മതി ആ മതി. പുളിയുണ്ടാ? പുളിയുണ്ടാ? ഉണ്ടാ? പുളി ഉണ്ടായാ? ഇത് ശിവു തിന്നണോക്ക് എങ്ങനെയുണ്ട്? അതെന്ത് പാട്ടാ ശിവു? അയ്യ അമ്മാടി ഒന്ന് പാടി. ഹലോ, അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം ശരി, ബൈ ബൈ.